മോളെ ദിവസേ ഒറ്റ അമ്മമ്മേനെ വിളിച്ചോക്കട്ടെ. ഇപ്പൊ തരും അമ്മമ്മേനെ വിളിച്ചോട്ടെ. നേരെ പിന്നെ ഒന്ന് വിളിക്കട്ടെ മോളെ. അമ്മ വിളിക്കാൻ വന്നു. ഇപ്പൊ തരും അമ്മ വിളിച്ചോട്ടെ. വിളിക്കാൻ ഇവിടെ ഭാഷയാണ്. ഫോണിനാണ് കുറച്ച് ചോറ് ഉറങ്ങിയിട്ട് വിളിക്കാം. നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. അച്ഛനേടെ ഇല്ലാന്ന് വെച്ചിട്ട് മോൾ കൊഞ്ചിച്ച് സ്കൂളിൽ ചേർത്തില്ല അച്ഛനിവിടെ. നിങ്ങളുടെ കുറെ കൂട്ടുകാരാവും. അങ്ങനെ ഈ നാടെല്ലാം പരിചയം. നമ്മളെ പഴയ നാട് പോലെ തന്നെ ഇതുവാവും. അടുത്ത് ചെറിയ മോളിൽ എന്നാ അതെല്ലാം മാറും. നമുക്ക് പഴയ നാട്ടിലേക്ക് ഇപ്പൊന്നും പോകാൻ പറ്റില്ല മോളെ. അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം മോക്ക് അറിയില്ല കേട്ടാ. അത് കുഞ്ഞു മോളുണ്ട്. അച്ഛൻ കണ്ടിട്ട് ചെറിയ കുഞ്ഞ് നല്ല ഒരു കുഞ്ഞു മോൾ. മോളുമായിട്ട് ഒരു അനിയത്തിനെ പോലെ സ്നേഹിച്ചാൽ മതി. മോളും തിരിച്ച് സ്നേഹിക്കും. അപ്പൊ കളിക്കൂട്ടുകാരിയെല്ലാം ആവും കേട്ടാ. അതൊക്കെ നമുക്ക് നോക്കാലോ. മോളെ കാണാത്ത ഇങ്ങനെ ആയിക്കോട്ടെ. പൂമ്പടി ഇങ്ങനെ ഫോൺ നോക്കുന്നത്. ഹലോ ഹലോ, ഒന്ന് പുറത്ത് വരുവാ. ആ നമ്മള് ഇപ്പത്തെ പുതിയ നമസ്കാരമേ. അപ്പൊ മൂക്കിടി ആരും പരിചയമില്ല. നമ്മുടെ സ്കൂളിൽ ചേർത്തിന് നമ്മൾ ഈ നാട്ടുകാരല്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് ഞാനും മോളും മാത്രമേ ഉള്ളൂ. മോളിയുടെ കുറച്ച് സമയം കളിച്ചോട്ടെ. ഇത് കുഞ്ഞു ആവില്ല. അതിനെന്താ മോളിയുടെ നിന്നോട്ടല്ലേ. ഓളപ്പുറം കളിക്കാൻ ആളായില്ലേ. മോളിക്ക് ബാ. എവിടെ ചേച്ചിനൊപ്പം കളിച്ചോ. മോള് അവനൊപ്പം കളിക്കേ. എവിടെ ചേച്ചിനൊപ്പം കളിക്കണേ. എനിക്ക് കുറച്ച് പണിണ്ട് കേട്ടാ. വേഗം വരാ. അവനൊക്കെ കളിച്ചിട്ടില്ല എന്നാ. കുഞ്ഞോ എപ്പം ഫോണിലാണല്ലോ അല്ലേ. പോവാ നമുക്ക്. മോളെ കൂട്ടുന്നുണ്ടേ. മോള് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടല്ലോ. പോവാ മോളെ. പോവാ നടക്ക്. എന്നാ പിന്നെ വരുന്നേ. എന്തോ പോലെ എന്നാ പ്രശ്നോ? എന്നാ പ്രശ്നം പറ. ഫോണില്ല. അച്ഛന് എല്ലാവരും മോളെ കൂട്ടി പോകാനാകും. ആ വാവ മോളെ കളിച്ചാ പോരെ. നമുക്ക് അങ്ങനെ ഫോൺ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടില്ല വേണ്ട അല്ലേ. മാറ്റിയെടുക്കാടോ. ആ വാവ മോളപ്പുറം കളി പോരെ. നടക്കും. വാ, ഭക്ഷണം കഴിക്കണ്ടേ. നടക്കും. മോളെ ഇതൊന്നും നീക്കാത്തേ. കളിക്കേ. മോക്കച്ഛനും ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മളിത് കളിക്കുന്നില്ല. നമ്മൾ മോളിപ്പോ ചിത്രം വരക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഫോണിൽ തന്നെയാണെങ്കിൽ മോക്കതിനോട് ഇൻട്രസ്റ്റ് കൂടുക. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കളിയെല്ലാം ഉണ്ടാവുക. ഈ കളി അറിയുന്നോണ്ടല്ലേ മോള് കളിക്കുന്നേ. കളി അച്ഛൻ പഠിപ്പിച്ചോണ്ടല്ലേ. അച്ഛൻ എന്തിനും ഏതിനും ഫോൺ തന്നെങ്കിൽ ആ വാവേൻ്റെ അടുത്തൊരു തെറ്റുമില്ല. തെറ്റേതി എടുക്കാം കേട്ടാ. നമുക്ക് മാറ്റിയെടുക്കാടൂ. മോളിപ്പം തന്നെ കളിക്കും. അവിടെ നീക്കേ.
പോകുന്നില്ല ആ വാവ് മാറും. എന്നാന്നേ എന്തും മടിയാ. എന്നാന്ന് പറ. മോൾ എന്തായാലും മാറുമൊന്നുമില്ല. എന്ത് മാറൂലെന്ന് ഫോണ് നോക്കുന്ന ആ ഭാവം മാറും. ആ ഭാവം എന്നല്ല എല്ലാരും മാറും കേട്ടാ. മോക്ക് മാറ്റാൻ സാധിക്കും. മോളെ അനിയത്തിനെ പോലെ സ്നേഹിച്ചാൽ മതി കേട്ടാ. മോക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിയാട്ടെ. സ്വന്തം അനിയത്തിയായിട്ട് അങ്ങ് സ്നേഹിച്ചാൽ മതി. നമ്മൾ സ്നേഹിക്കുമ്പോൾ തിരിച്ച് നമ്മളെ സ്നേഹിക്കും. മോള് നാട്ടിൽ പോയിട്ട് വരാട്ടാ. മോള് ആരുമായിട്ട് കൂട്ടാവില്ലൊന്നുമല്ലോ. ഒട്ടും ഇപ്പൊ ഫോണിലാണല്ലോ. എന്ത് ചെയ്യാനാ, ഒരേ വാശിയാണ്. ഭക്ഷണവും കഴിക്കൂല, ഫോൺ ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കൂ. അത് കളിക്കാൻ കൂട്ടിന് ആരുമില്ലപ്പാ. നമ്മളെ അച്ഛനും കൂടിയില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞങ്ങ് സമ്മതിച്ചു കൊടുക്കല്ലേ. മോളെ മോളെ മോള് വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഇന്ന് ഫോൺ തൊട്ടിട്ടേ ഇല്ല. എന്നാണമ്മോ നല്ല മോളായി നിന്ന്. പറയുന്നുണ്ടൊന്നും ദേഷ്യം തോന്നണ്ട കേട്ടോ. കുട്ടി ഈ മൊബൈലിൽ ഇത്ര ഇങ്ങനെ കളിക്കാൻ കാരണം എപ്പോ നോക്കിയാലും മൊബൈലല്ലേ. അതിന്റെ കുട്ടീന്റെ ഭാഗത്തല്ല തെറ്റ്. തെറ്റ് പൂർണ്ണമായും നിങ്ങളെയാണ്. കാരണം നിങ്ങൾ വീട്ടിലെ പണി എന്തെല്ലാം തിരക്ക് പറഞ്ഞാലും ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കൽ കുറവാണ്. നമ്മളെല്ലാം പണിയും കഴിഞ്ഞിട്ട് കുട്ടിയെ നോക്കാൻ വന്ന് കരുതിയാൽ നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ കുഞ്ഞിന്റെ അപ്പുറം പലപ്പോഴും സമയം ചിലവാക്കാൻ നിങ്ങൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ആ കുട്ടി മൊബൈലിനെ കൂടുതലായി ആശ്രയിക്കും. ആ കുഞ്ഞിന്റെ അപ്പുറം വരക്കാനും കളിക്കാനും ഒരാളുണ്ടാകുമ്പോൾ ആ കുട്ടി പതിയെ മാറും. മാറേണ്ടത് നമ്മളാണ്, കുഞ്ഞുങ്ങളല്ല. കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ ഒന്നിച്ചങ്ങ് മാറിക്കോളും. നമ്മളെ കണ്ടല്ലേ അവർ ശീലിക്കുക. നമ്മൾ മൊബൈൽ കയ്യിലെടുത്തിട്ട് ഫുൾ ടൈം മൊബൈലായിട്ടാകുമ്പോൾ കുട്ടികളോട് നമ്മളെങ്ങനെ പറയാം, മൊബൈലിൽ നിങ്ങൾ അധികം ഉപയോഗിക്കരുത്. അത് മാറേണ്ടത് നമ്മളാണ്. ഞാൻ എൻ്റെ മോളെ ഒരുപാട് സമയം കളിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. മോളെന്തായാലും കുറച്ചും കൂടി കളിച്ചോട്ടെ. ഞാൻ പിന്നെ വരാകോട്ടെ. മോളെ അച്ഛൻ പോട്ടെ.